അമ്മേ, ചേച്ചിയെ കാണാൻ അവര് വരുന്നുണ്ട്. ഉറപ്പേട്ടനില്ലേ? ഉണ്ട്, വിളിക്കാം. ഇരിക്കണം. ഗോപാലൻ നായർ വന്നിരിക്കുന്നു, ഒന്നിഞ്ഞു വരണം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. ഓ, ഇതാണ് പ്രശാന്തൻ. മനസ്സിലായി. വിദ്യേച്ച കാണാൻ ആള് വന്നിട്ടുണ്ട്. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. നിങ്ങളൊന്ന് നല്ല ചേർച്ചയായിരിക്കും. എന്താ ഇത്ര ആലോചിക്കാനുള്ളേ? എന്നാ വേഗം റെഡിയാവാ. ഈ കാര്യം ഉറച്ചു കഴിഞ്ഞാല് പ്രതിസന്ധിയിലാകുന്നത് പ്രശാന്തനാ. എന്താ? സ്വന്തം അമ്മാവനായതുകൊണ്ട് ബ്രോക്കർ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ചെറിയ വിഷമം പ്രശാന്തനുണ്ടാകുമല്ലോ. മരുമോനായാലും ശരി, സ്വന്തം മോനായാലും ശരി, ബ്രോക്കർ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ഈ തൊഴിൽ ചെയ്യുന്നവരുടെ ഇടയിൽ ഞാൻ ഒരു കരിങ്കാലിയായിട്ട് മാറും. നിനക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. വിദ്യ എന്നല്ലേ പേര്? അതെ. ഏതുവരെ പഠിച്ചു? BSc കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ടൈപ്പും. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ മാറിത്തരാം. അല്ലേ ഉറുപ്പേട്ട? വിദ്യക്ക് എന്നെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ? എന്നെ ഇഷ്ടമായില്ലെന്നുണ്ടോ? എനിക്കിഷ്ടായി. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിക്കണേ? ചോദിക്കാനുള്ളൊക്കെ ചോദിച്ചു കഴിഞ്ഞോ? എന്താ, ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓ, ചേച്ചിക്ക് ആളെ ഇഷ്ടപ്പെട്ടോ? വിശാഖേട്ടന്റെ അത്രയും നല്ലതല്ല. ഒന്ന് പതുക്കെ പറയടി, അപ്പുറത്താളുണ്ട്. മോളെ, മോക്കിഷ്ടായോ? എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഗോപാലനായരെ, 50,000 രൂപ കൂടുതൽ തരാൻ എനിക്ക് കഴിവില്ലാന്ന്. ഇപ്പൊ തന്നെ ഞാൻ ഉദ്ദേശിച്ചതിലും 25,000 രൂപ കൂടുതലാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കടവും കടപ്പടിയൊക്കെ ആണെങ്കിലും ഒരു നല്ല കാര്യം നടക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാം. ഒരു 10,000 രൂപയും 10 പവന്റെ സ്വർണവും നിശ്ചയത്തിന് തരാം. ബാക്കി 25,000 രൂപ സ്വർണ്ണമായിട്ട് വേണി സ്വർണം, കാശായിട്ട് വേണി കാശ് 6 മാസം കഴിഞ്ഞ് തന്നേക്കാം. ഇനി കല്യാണ ചെലവുകൾ വേറെ നോക്കണം. അല്ല, അതിപ്പോ ഇവന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നണില്ല. പെങ്ങൾ 1 ലക്ഷത്തിൽ തന്നെ മുറുക്കി പിടിച്ചിരിക്കുക. ഞാനത് മുക്കാലാക്കിയിരിക്കുകയാണ്. അത് 75,000 രൂപ കടം പറഞ്ഞാൽ. ഏതായാലും ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ. അമ്മ സമ്മതിക്കായിരിക്കില്ല.